ഹലോ ഗെയ്സ്, അപ്പം ഇന്ന് എന്നത്തെയും പോലെ ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ എണീറ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിലേക്ക് പോകാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 മണിയാകുമ്പോൾ എണീറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് വിളക്കൊക്കെ കൊളുത്തി എന്നാൽ ഈ സമയം നല്ല ഇരുട്ട് തന്നെയാണ്. പുലർച്ചെ 4 മണി ആ സമയമാണ് ഇപ്പോൾ. ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ പോയി. ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി എല്ലാവരും നിൽക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടിയൊക്കെ എത്തി. 2 വണ്ടി ഉണ്ടായിരുന്നു. ഈ 2 വണ്ടിയിലാണ് ഒരു 30ഓളം സ്വാമിമാർ മാത്രമല്ല, അവരുടെ വീട്ടിലുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ അമ്പലങ്ങളും തൊഴാൻ. അപ്പോൾ ഈ ചോപ്പ് ബാഗ് ഇട്ട് കയറുന്നത് എൻ്റെ അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പം ഞാനും അമ്മയും ഏട്ടനും കൂടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ എല്ലാവർക്കും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു സിംഗിൾ സീറ്റിലാണ് ഇരുന്നത്. പിന്നെ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് യാത്ര തുടങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ചമ്രവട്ടം അമ്പലത്തിലേക്കാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാ സ്വാമിമാരും മാളികപ്പുറങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അങ്ങനെ ഒരു 4:30 കൂടി തന്നെ യാത്ര തുടങ്ങി. ഫസ്റ്റ് അമ്പലം ചമ്രവട്ടം അമ്പലമായിരുന്നു. ഏട്ടനൊക്കെ വേറെ വണ്ടിയിലായിരുന്നു. ഞാനും അമ്മയും ഒരു വണ്ടിയിൽ, പിന്നെ അവർ വേറെ സ്വാമിമാർ വേറെ വണ്ടിയിൽ, അങ്ങനെയായിട്ടാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ ഗേറ്റ് അടവിൽ പോയിട്ട്, പാലത്തറ ഗേറ്റ്, അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഗേറ്റ് അടവിലൊക്കെ പോയിട്ട് പിന്നെ തീവണ്ടിയൊക്കെ പോയതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. യാത്രയൊക്കെ തുടങ്ങി. അങ്ങനെ ചമ്രവട്ടം പാലെത്തി. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ലൈറ്റ് കാണുന്നിടത്താണ് അമ്പലം ഉള്ളത്. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു വ്യൂ ഒന്ന് അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അവിടെ എത്തി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണ് നേരത്തെ വന്നതെന്ന്. പക്ഷേ ഒരുപാട് സ്വാമിമാർ എത്രയോ ഞങ്ങളെയൊക്കെ മുന്നേ നേരത്തെ എത്തിയവരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് തൊഴുതു പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി കുറച്ചുകൂടി കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏട്ടനും പിന്നെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കുറച്ച് ചേച്ചിമാർ ഞങ്ങളുടെ കൂടെ വന്നവർ തന്നെ, ഞങ്ങൾ കൂട്ടായിട്ട് തന്നെയാണ് പോയത്. കാരണം അഥവാ കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ വഴി എങ്ങോട്ടേലും തിരിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഒപ്പം നടക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അമ്മ മുന്നിൽ ബാഗൊക്കെ തൂക്കി നടക്കുന്നുണ്ട്, അമ്മയും ഏട്ടനും. അത് കൂടെ വന്നിട്ടുണ്ടായിരുന്ന വേറൊരു ഏട്ടനായിരുന്നു. അപ്പോൾ വേഗം നടന്ന് നമ്മൾ മാക്സിമം ഇന്നത്തെ ഒരു യാത്ര കൊണ്ട് കൂടുതൽ അമ്പലങ്ങളിൽ തൊഴുത് വരിക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മുന്നിൽ എൻ്റെ കൂട്ടുകാരി പ്രീതി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ അവിടെ താഴെ നമുക്ക് വേണമെങ്കിൽ പാലത്തുമ്മക്കൂടെ അമ്പലത്തേക്ക് അങ്ങോട്ട് നടന്നു പോവാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ താഴെ വെള്ളത്തിലൂടെയും ഇങ്ങനെ നടന്നു പോവാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ വെള്ളത്തിലൂടെ നമ്മൾ ആദ്യമായിട്ടല്ലേ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പം എന്നാൽ വെള്ളത്തിൽ കൂടെ നടന്നു പോകാൻ വിചാരിച്ചു. അപ്പം ഞാനൊരു ചുരിദാർ ഇട്ടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ മുന്നിൽ പോണത് ഏടത്തിയമ്മയും വലിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും അതുകൂടെ ഇറങ്ങി പോകുമ്പോൾ ഞാനും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അമ്മയൊക്കെ മേലെ പാലത്തുമ്മ കൂടെ അങ്ങനെ പോയത്. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ നേരെ ഡയറക്റ്റ് വന്നു. പിന്നെ അമ്പലത്തിൽ തൊഴുത് അവിടെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു പറ്റണ പോലെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് അമ്പലം റൗണ്ടൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ മേലെ കൂടെ പാലത്തുമ്മ കൂടെ വന്ന്. കാരണം എന്താ വെച്ചാൽ താഴത്തെ കൂടെ നേരത്തെ വന്ന സമയത്ത് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറേ അമ്പലങ്ങൾ പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പാലത്തുമ്മ കൂടെ വന്നപ്പോൾ അവിടെ കുറേ പേര് അതിൻ്റെ മേലെ ഇരുന്നിട്ട് താഴത്തേക്ക് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഏട്ടനും അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ നിന്നിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക്. ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് പിന്നെ പാലത്തിലൂടെ പോന്നു. അപ്പം അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കുറേ ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ മീനുകളൊക്കെ അത്യാവശ്യം അടുത്ത് കൊടുത്ത് വരും. അവർക്കാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നമ്മൾ അവരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ പാലത്തുമ്മക്കോടൊക്കെ വന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ തൊഴാനൊക്കെ. ആ നേരത്ത് തന്നെ പുലർച്ചെ സമയത്ത് പോയിട്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സുഖമായിട്ട് വേഗം തൊഴുത് വരാമായിരുന്നു.
പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് പേര് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഞാനും അമ്മയും ഇവിടെ ബാക്കിയുള്ളവരെ കൂടെ വന്നവരൊക്കെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും എത്തി. കുറേ മാളികപ്പുറങ്ങൾ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കൊരു എന്താ പറയുക, ഒരുപാട് അമ്പലങ്ങളിൽ ഞാൻ ഇതിലിപ്പോൾ ഈ അമ്പലത്തിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടേ ഇല്ല. അപ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ എന്നല്ലാതെ തൊഴാനായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഒക്കെ തൊഴാൻ പറ്റി. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ഞാൻ വീഡിയോ എടുക്കാൻ കുറേ എന്തൊക്കെയോ പറയുകയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് പറ്റണ പോലെ കുറച്ച് വീഡിയോസൊക്കെയാണ് എല്ലാ അമ്പലത്തിൻ്റെയും എടുത്തിട്ടുള്ളൂ. അവസാനമൊക്കെ ഒന്ന് ആയപ്പോഴേക്കും തീരെയും വീഡിയോ എടുക്കാൻ പറ്റാതെ ആയി. കാരണം നമ്മൾ വേഗം നട അടയ്ക്കുന്നതിന് മുന്നേ തൊഴുക എന്നുള്ളൊരു ഇതല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴുതു. ഇവിടെ നല്ല സുഖമായിട്ട് തൊഴുതു കേട്ടോ. കാരണം നല്ല നേരത്തെ ആയതുകൊണ്ട് വേഗം തൊഴുത് വരാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയിലേക്ക് പോവുകയാണ്. വണ്ടി അവിടെ അത്യാവശ്യം കുറച്ച് ദൂരത്ത് അവിടെ ഞങ്ങളെ ഇറക്കി തരുമ്പോൾ അവർ അത്യാവശ്യം അടുത്ത് ഇറക്കി തന്നു. പക്ഷേ പിന്നെ പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചാണ്ട് നീക്കിയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ എത്താൻ സമയത്ത് അയ്യപ്പൻ വിളക്കിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അഴിക്കുന്നൊരിതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വണ്ടി ഇവിടെ പിന്നെ പാർക്കിങ്ങിന് അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിർത്തിയതായിട്ട് ഇറങ്ങി വന്നു. പിന്നെ അമ്മ ഇവരെ കൂടെ തന്നെ ഇവരെ പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഏട്ടനും അവരുടെ ഫ്രണ്ട്സ് കുട്ടീനൊക്കെ എടുത്തിട്ട് ബ്രീതിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വാശിയും, കുറച്ച് നടക്കും കുറച്ച് നടക്കില്ല, പിന്നെ അങ്ങനെ എടുത്ത് നടക്കണം. അങ്ങനെ പിന്നെ രാവിലെ അത്ര നേരത്തെ കൊണ്ട് ആരും ചായ ഒന്നും കുടിച്ചിട്ടില്ല. നമുക്കും ക്ഷീണം എന്ന് പറയാനല്ല, കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്കുള്ള ഒരു ഇതും അതെട്ടോ, നമ്മൾ വണ്ടി നിർത്തിയിട്ട് അത്യാവശ്യം ഇങ്ങോട്ട് നടന്ന് വരാനുണ്ട് അമ്പലത്തിലേക്ക്. കാരണം പാർക്കിങ് അവിടെയാണ്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നമ്മളവിടെ അമ്പലത്തിലെത്തിയ സമയത്ത് അവിടെ ശീവേലി നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. ശീവേലി നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനൊക്കെ പറ്റി. പിന്നെ അതങ്ങോട്ട് പോയതിന് ശേഷം നമ്മൾ കുറച്ച് അതിൻ്റെ പിന്നിൽ തന്നെ നമ്മൾ തൊഴാൻ പോയി. തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം ഇവിടേക്ക് ആദ്യമായിട്ട് തന്നെയാണ്. ഇതിലിപ്പം ഞാൻ ഇനി ഒരുപാട് അമ്പലങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ അമ്പലം ഇപ്പം ഈ എന്താണ് ചമ്രവട്ട അമ്പലമാണെങ്കിലും തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രമാണെങ്കിലും ഞാൻ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറേ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി തൊഴുതു. ഇവിടെ അതെ തിരക്കുണ്ട് കേട്ടോ. ഇന്നലെ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ കുളവും കാര്യങ്ങളും, പിന്നെ അവിടെ കുറേ കുട്ടികൾ ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ളൊരിതായിരുന്നു. വണ്ടിയിലെല്ലാവരും ഇരുന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ മാളികപ്പുറങ്ങൾ ഞങ്ങൾ ഇരുന്ന് സെറ്റായി. അപ്പം ചായ ഈ അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചില്ല കേട്ടോ. അവിടെ ചായ കുടിക്കാൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമയം 7 മണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 7:30 തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് സമയം കളയാനില്ല. അപ്പോൾ നമ്മൾ അടുത്ത അമ്പലത്തേക്കൊക്കെ ഇങ്ങനെ ഒരു 1/2 കിലോമീറ്റർ 15 മിനിറ്റിൻ്റെ ഒക്കെ ദൂരം, അങ്ങനെ ഏതാണ്ട് അടുത്തടുത്തുള്ള അമ്പലങ്ങൾ തന്നെയാണ്. അപ്പം ഞങ്ങൾ പിന്നെ ഈ അമ്പലത്തിലേക്ക് പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ. അപ്പം അമ്മയും ഏടത്തിയമ്മയും വല്യമ്മയും പിന്നെ കുറേ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത അമ്പലം പോയത് ഗരുഡൻകാവ് ക്ഷേത്രമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല ദൂരത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വണ്ടി കൊണ്ട് വന്നാൽ പിന്നെ അവിടെ ആകെ ബ്ലോക്കാവും. അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഇതും അത് അമ്പലം കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു. ഇവിടെയും തിരക്കുണ്ടായിരുന്നു. പിന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെയും തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. ഇവിടുന്ന് ഈ ഗരുഡൻകാവ് ഈ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ
ചായ കുടിച്ചിരുന്നു. അപ്പോൾ അവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രഭാത ഭക്ഷണം. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു എല്ലാവരും. അവിടെ ഉപ്മാവായിരുന്നു, സാധാ നമ്മുടെ അരി ഉപ്മാവും കാപ്പിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്നും മേടിക്കൊന്നും ചെയ്തില്ല അവിടെ നിന്നൊന്നും. ഇപ്പം തന്നെ ഒന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മളവിടെ തൊഴുതിറങ്ങി. അതിന് ശേഷം ഇവിടുത്തെ ഈ ഗരുഡൻകാവ് അമ്പലത്തിലത്തേക്ക് മെയിനായിട്ടുള്ള വഴിപാട് നമ്മൾ നേദിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളനീര്, പഴം, അങ്ങനത്തെയൊക്കെയാണ് നമ്മളവിടെ ഒരു പ്രസാദമായിട്ട് നമ്മളിത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗരുഡൻകാവ് ക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ വാങ്ങിച്ച് പോവുക, അതൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പോയപ്പോഴും തിരക്കുണ്ടായിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്ന്, അതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇപ്പം ഈ പറഞ്ഞ അമ്പലങ്ങളിലൊന്നും ഫോണൊന്നും അലൗഡ് അല്ല ഉള്ളിലേക്ക്. വല്ലാണ്ടതല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കാം. പക്ഷെ നമ്മൾ ഓവറായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഹനുമാൻകാവിൽ എത്തി നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഒരു നല്ല രീതിക്ക് തന്നെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഞങ്ങൾ തൊഴൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹനുമാൻ ചാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ശരിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഏട്ടൻ്റെ ഫ്രണ്ട് കുട്ടീനെ കൊണ്ട് ചാടിക്കുകയാണ്, മിനീഷ് എൻ്റെ കുട്ടീനെ കൊണ്ട്. പിന്നെ അടുത്ത് ഹരിലാലേട്ടൻ. അങ്ങനെ ഹനുമാൻ ചാട്ടം എന്ന് അത്ര പറയുക. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും വിവേകനും ചാടി. അപ്പോൾ പിന്നെ മാളികപ്പുറങ്ങളൊക്കെ ചാടിയിട്ടാണ്. അതൊരു വഴിപാടിൻ്റെ പോലെയാണ് ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞങ്ങൾ പോയത് വൈരങ്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ പോയി. അവിടെ അതീ പറഞ്ഞ പോലെ നട അടയ്ക്കണതിന് മുന്നേ വേഗം തൊഴുത് വരിക എന്നുള്ളതാണ്. വേഗം പോയി. അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞങ്ങൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. ഞാൻ അവിടെ പോയിട്ട് വേഗം തൊഴുതു, ഉള്ളിൽ കയറി തൊഴുതു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് നേരെ കാടാമ്പുഴയിലേക്കായിരുന്നു. കാടാമ്പുഴ പോകുന്നതിന് മുന്നേ ഞങ്ങൾ തിരുനാവായി ആയിട്ടാണ് പോയത്. അവിടെ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് കാടാമ്പുഴ പോയത്. കാടാമ്പുഴ പോയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയതുകൊണ്ട് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.